ഏഴാമത്തെ അധ്യായത്തിൽ എലീശ ഈ രാജാവിനോട് പറയാണ്, നീ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല സംഭവിക്കാൻ പോകുന്നത്. നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പുമാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കും എന്ന് പറഞ്ഞു. ഉടനെ അകമ്പടി നായകൻ പറഞ്ഞു, അത് നടക്കാൻ പോകുന്നൊന്നുമില്ല. കാരണം യഹോവ ആകാശത്ത് കിളിവാതിൽ തുറന്നാലും ഇത് നടക്കത്തില്ല. ആകാശത്ത് മന്ന ഒഴിഞ്ഞാൽ പോലും ഈ കാര്യം നടക്കത്തില്ല. കാര്യം അവർക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയാണ്, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കാണെങ്കിലും അറിയാവുന്നവർക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? എന്നാൽ എന്താ സംഭവിക്കുന്നത്? പിന്നീട് നമ്മൾ കാണുന്നത് അതിന്റെ 7-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ 4 കുഷ്ഠരോഗികളെ കാണും. ഈ 4 കുഷ്ഠരോഗികൾ അവർ പറയുന്ന ഒരു വാക്കുണ്ട്. കുഷ്ഠരോഗികളാണ് അവർ സാധാരണ രീതിയിൽ മറ്റുള്ളവർ ഭക്ഷിച്ചേച്ചൊക്കെ എറിഞ്ഞു കളയുന്ന ഉച്ഛിഷ്ടം ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലാതെ ഇവർക്ക് ഭക്ഷണമൊന്നും കൊണ്ട് കൊടുക്കാനൊന്നും ആരുമില്ല. ഇവരുടെ അടുത്തോട്ട് പോലും ആരും ചെല്ലത്തില്ല. അവരിങ്ങനെ വല്ലവരും ഭക്ഷണം കഴിക്കുന്നതിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചു. പക്ഷെ ഇവിടെ നേരത്തെയൊക്കെ ഉച്ഛിഷ്ടം ഉണ്ടായി. ഇവിടെ എവിടെ ഉച്ഛിഷ്ടം? തിന്നാൻ, സ്വന്തമായിട്ട് തിന്നാൻ. ഒരു കഴുതത്തലയ്ക്ക് 80 ദിവസത്തെ കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു കഴുതയുടെ തലയ്ക്ക് 4000, 5000 അല്ലെങ്കിൽ 40,000 രൂപ ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വി കനോട്ട് ജസ്റ്റ് തിങ്ക് ഓഫ് എന്താണ് ഒരാളുടെ 3 മാസത്തെ ശമ്പളം കൊടുത്താലേ ഒരു കഴുതത്തല കിട്ടത്തുള്ളെങ്കിൽ അത് കൂട്ടാൻ വെച്ചാൽ പോലും അത് കഴിക്കാൻ പോയാലും ആരും എന്ത് ചെയ്യത്തില്ല, ഉച്ഛിഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഇവർ പറയുകയാണ്, ഏതാണെങ്കിലും ഇവിടെ താമസിച്ചാൽ ചാകും, പട്ടണത്തിൽ ചെന്നാലും ചാകും. എന്നാൽ പിന്നെ നമുക്ക് അരാമ്യ പാളയത്തിൽ ചെല്ലാം. അവന്മാർ കുഷ്ഠരോഗികളായതുകൊണ്ടെങ്കിലും നമ്മളെ ഒന്ന് മാറ്റിവെച്ച് നിർത്തുകയാണെങ്കിൽ അവന്മാരെ കൊന്നില്ലെങ്കിൽ കുഷ്ഠരോഗിയാണല്ലോ, അതുകൊണ്ട് പിന്നെ അവര് കഴിച്ചിട്ട് ബാക്കി വല്ലതും കളയാണെങ്കിൽ നമുക്ക് വല്ലതും തിന്നാൻ കിട്ടിയാൽ അങ്ങനെങ്കിലും ആകട്ടെ, ഏതാണെങ്കിലും ചാകും. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ കുഷ്ഠരോഗികളുടെ ഫിലോസഫി എങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഏതാണെങ്കിലും ചാകും. അത് നല്ലൊരു ഫിലോസഫിയാണ്, ഇല്ലേ? നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ ചാകത്തേ ഇല്ലെന്നാണ്. അതുകൊണ്ടാണല്ലോ പേടിച്ച് സുവിശേഷം പറയാത്തത്. ഏതാണെങ്കിലും ചാകുമെന്ന് അറിയാവുന്നവനാണെങ്കിൽ അവനെന്താ സുവിശേഷം പറയാൻ എന്താ മടി? സുവിശേഷം പ്രസംഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. സുവിശേഷം പ്രസംഗിക്കാൻ വിലക്കുള്ള സ്ഥലങ്ങളിലും ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. മനസ്സിൽ ഇത്രയേ ഉള്ളൂ, ഏതാണെങ്കിലും ചാകും, എന്നാ പിന്നെ ഇപ്പൊ ചാകുന്നെങ്കിൽ ചാകട്ടെ. അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ, ഈ ഫിലോസഫി മനസ്സിലാക്കിയായിരുന്നെങ്കിൽ നമ്മൾ ആരും സുവിശേഷം പറയുന്നതിൽ നിന്ന് മാറി നിൽക്കത്തില്ലായിരുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷം അറിയിച്ചാൽ എന്തോ സംഭവിക്കാനാണ്? മാക്സിമം ചാകുമെന്നല്ല ഉള്ളൂ, അതിക്കുള്ളൊന്നുമില്ലല്ലോ. അതിക്കുള്ളൊന്നും സംഭവിക്കാനൊന്നുമില്ലല്ലോ. ഉണ്ടോ? കഴുത്തുവട്ടത്ത് അതിക്കുള്ളൊന്നുമില്ലല്ലോ, ഇല്ലേ? ഈ കുഷ്ഠരോഗികൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ ചിന്തിച്ചത് പേടിച്ചാ ചെന്നത്. പക്ഷെ അവിടെ ഒന്നും ആളനക്കമൊന്നുമില്ല. അവരവിടെ കൊണ്ട് കയറി ചെന്ന് ആദ്യത്തെ കൂടാരം തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ആളെ ഒന്നും കാണാതെ അവര് they were just looking. അവിടെ 5-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് അരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല. എന്തുകൊണ്ടാണ്? എല്ലാവരും പൊയ്ക്കളഞ്ഞിരുന്നു. അരാമ്യ സൈന്യം മുഴുവൻ പോയിക്കളഞ്ഞിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ ഇതാ നമുക്ക് നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രയീം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ എഴുന്നേറ്റ് ഓടിപ്പോയി കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിങ്ങനെ പാളയത്തിൽ ഇരുന്ന പാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോയി. അവരൊരു വലിയൊരു സൗണ്ട് കേട്ടു. എന്താ കേട്ടത്? വലിയൊരു സൈന്യത്തിന്റെ കുതിരക്കുളമ്പടിയും ആരവാരവും, വലിയൊരു സൗണ്ട്. അത് ദൂരെ നിന്ന് വരുന്നത് പോലെ അല്ല കേട്ടത്, ഏറ്റവും അടുത്ത് വരുന്നതാണ്. നമ്മുടെ ഈ ഡോൾബി സൗണ്ട് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ എന്താണ് സറൗണ്ട് സൗണ്ട് സിസ്റ്റം പോലെ. അന്ന് സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷേ കർത്താവ് ശബ്ദം കേൾപ്പിച്ചപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട്, ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അവര് കൃത്യമായിട്ട് ഒറിജിനൽ സൗണ്ട് കേൾക്കുകയാണ്. എന്ത്? അല്ലാതെ ദൂരെ നിന്ന് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അവർ നോക്കിയാലേ എന്താണെന്ന് നോക്കിയാലേ, പക്ഷെ അതൊന്നും നോക്കാൻ പോലും തോന്നാത്ത രീതിയിൽ ഏറ്റവും അടുത്ത് കുതിരക്കുളമ്പടിയും ആരവാരവും കേട്ടുകഴിഞ്ഞപ്പോൾ നിന്ന പാടെ ഒരു സാധനം എടുക്കാതെ അവരെന്ത് ചെയ്തു? ഓടിപ്പോയി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? പിന്നെ ഇവര് പറഞ്ഞത് ഇവരാരാണ്? മിസ്രൈമ്യരും ഹിത്യരും ഒക്കെയാണെന്ന്. പക്ഷെ ഇവരും മിസ്രൈമ്യരും ഹിത്യരും ഒന്നുമല്ല. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അവിടെ ഒരു സൈന്യം വന്നെന്നാണ്. അത് ആരുടെ സൈന്യമാണ്?
മിസ്രൈമ സൈന്യമല്ല, ദൈവത്തിന്റെ സൈന്യം. കർത്താവ് തന്റെ സൈന്യത്തെ അവിടേക്ക് അയച്ചുവെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നതല്ല. ദാറ്റ് ഈസ് ദ ഫാക്ട്. അല്ലെങ്കിൽ ഇത്ര കൃത്യമായ ശബ്ദം കേൾക്കത്തില്ല. ഇത് ഉണ്ടാക്കിയ ശബ്ദമൊന്നുമല്ല, റെക്കോർഡ് ചെയ്ത ശബ്ദമൊന്നുമല്ല, യമഹായിക്കകത്തോ കോർഗിനകത്തോ ഇട്ട ശബ്ദമൊന്നുമല്ല കുതിരക്കുളമ്പടി. റിയൽ ഒറിജിനൽ സൗണ്ട്. എന്തുകൊണ്ട്? ദാറ്റ് വാസ് റിയൽ. അത് റിയൽ ആയിരുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്ന് ഇവർ ഓടിപ്പോയ കൂട്ടത്തിൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് പിന്നീട് ഇസ്രായേൽ രാജാവ് ഇവർ പോയോ എന്നറിയാൻ ഓടിച്ചു നോക്കും, ആളെ വിടുമ്പോഴത്തേക്ക് യോർദാൻ നദി വരെ അവർ വഴിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞു പോയെന്ന. അതായത് ഇവിടെ നിന്ന് പോയപ്പോൾ കുതിരക്കുളമ്പടി അവരുടെ പുറകെ പോയി. അപ്പൊ അവർ ചിന്തിച്ചു, ഹിത്തിയ രാജാക്കന്മാർ നമ്മൾ ഓടുന്ന കണ്ടോണ്ട് നമ്മുടെ പുറകെ വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒരാൾ പോലും ഇല്ലാതെ അവശേഷിച്ചു. ഇവർ ഈ അരാമ്യ പാളയത്തിലേക്ക് കയറി നോക്കിയപ്പോഴത്തേക്ക് വൈകുന്നേരത്തെ സന്ധ്യാനേരത്താണ്. ഡിന്നറെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. പോയി ഭക്ഷണം പാകം ചെയ്യൊന്നും വേണ്ട, ഡിന്നർ കഴിക്കാൻ ബെല്ലടിച്ചപ്പോഴാ എന്തോ കേട്ടത്, ശബ്ദം കേട്ടത്. ഇവന്മാര് എത്ര നാളുള്ളായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അതും വല്ല ഉച്ചിഷ്ടവും കിട്ടുമെന്ന് വെച്ചാണ് ചെന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താണ്? ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം വാരി വലിച്ചെല്ലാം അങ്ങ് തിന്നു. നാച്ചുറലി തിന്നുപോകും. കാര്യം അമ്മമാരെ കണ്ടിട്ട് തന്നെ എത്ര നാളായി. ക്ഷാമം ഇല്ലാത്തപ്പോഴും ഇവന്മാർക്ക് നല്ലതുപോലെ കിട്ടിട്ടില്ല. പക്ഷെ ക്ഷാമം കൂടെ ആയതോടുകൂടി ഇവർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. സോ ദേ വർ ഈറ്റിംഗ് ആൻഡ് ഈറ്റിംഗ്. ഒരിടത്ത് ഒരു കസേര ഇരുന്നു, അടുത്ത കസേര ഇരുന്നു, എല്ലാം കിട്ടാവുന്നതെല്ലാം വലിച്ചു വാരി തിന്നു. തിന്നാവുന്നതിന് പരിധി ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ അവർ നോക്കി ഇനി എന്താ ഉള്ളത്. നോക്കിയപ്പോഴത്തേക്ക് സ്വർണ്ണവും വെള്ളിയും എല്ലാം കൂടെ വാരി വലിച്ച് എല്ലാം കൂടെ എടുത്തു. അടുത്ത കൂടാരത്തിൽ ചെന്നു പിന്നെ തിന്നാൻ പറ്റത്തില്ല. കാര്യം ഭക്ഷണത്തിനൊരു പരിധി ഉണ്ടല്ലോ. പക്ഷെ സ്വർണ്ണത്തിനും വെള്ളിക്കും പരിധിയില്ലല്ലോ. അതുകൊണ്ട് അവരവിടെ ചെന്നെന്ത് ചെയ്തു? സ്വർണ്ണവും വെള്ളിയും എല്ലാം വാരിക്കൂട്ടി. അങ്ങനെ രണ്ടാമത്തെ കൂടാരത്തിൽ വാരിക്കൂട്ടിക്കൊണ്ടിരുന്നപ്പോ ഒരുത്തൻ പറഞ്ഞു, എടാ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. അവിടെ പറയുന്നത് നാം ഈ ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ. ദിസ് ഇസ് എ ഡേ ഓഫ് ഗുഡ് ന്യൂസ്. ഇത് സദ്വർത്തമാന ദിവസമല്ലോ. ദിസ് എ ഡേ ഓഫ് ഗുഡ് ന്യൂസ്. എന്താണ് ഡേ ഓഫ് ഗുഡ് ന്യൂസ് എന്ന് പറയാൻ കാര്യം? നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടി, പ്രൈസ് ദ ലോർഡ് എന്നാണോ? അല്ല. ആവശ്യത്തിന് ഭക്ഷണം കിട്ടി. ഞാൻ ഇവരെ വിളിക്കും, നമുക്ക് കുറ്റം പറയാൻ പറ്റും ഒരു ഭക്ഷണം കഴിച്ചതിന്? വിശന്നിരിക്കുന്നവൻ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. പക്ഷേ വിശന്നിരിക്കുന്നവൻ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഓർക്കണം, ഇവര് 4 പേരേ ഉള്ളൂ. 40,000 പേരല്ല ശമരിയ പട്ടണത്തിൽ ഇവരെക്കാൾ വിശന്നിരിക്കുന്നവരായി. നാളെ ഒരു ദിവസം കൂടെ തീർന്നാൽ ഒരു പക്ഷേ ഇവരെല്ലാവരും എന്ത് ചെയ്തേക്കും? ഭക്ഷണം കഴിക്കാതെ മരിച്ചു പോയേക്കും. ഭക്ഷണം കഴിക്കാതെ മരിക്കുന്ന 40,000 പേരെ ഓർത്തപ്പോൾ ഇവൻ പറഞ്ഞു, നമ്മളിവിടെ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് ശരിയല്ല. ഇത് സദ്വർത്തമാന ദിവസമല്ലോ. നമ്മൾ മൗനമായിരിക്കുന്നത് ശരിയല്ല. നേരം പുലരുന്നതുവരെ നമ്മൾ താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക. ഭക്ഷണം ഇഷ്ടം പോലെയുണ്ട്. കാര്യം എല്ലാ കൂടാരങ്ങളിലും ഒരുക്കി വെച്ചിരിക്കുകയാണ് ഭക്ഷണം. അവിടെ ഇഷ്ടം പോലെ മാവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ ഇത് പ്രിപ്പയർഡ് ഫുഡാണ്. അത് കൂടാതെ അരാം രാജാവ് തീർച്ചയായിട്ടും എന്താണ്, കെട്ടുകണക്കിന് ടൺ കണക്കിന് ധാന്യങ്ങളുമായിട്ട് ഇവർ രാജ്യത്ത് ഒരു സ്ഥലത്ത് പോകത്തുള്ളൂ. കാര്യം എത്ര നാൾ ഇവിടെ നിൽക്കണമെന്നുള്ളത് അവർക്ക് അറിയില്ല. അതുകൊണ്ട് വലിയ ഫുഡ് സപ്ലൈ ഉണ്ട് അവർക്ക്. ഇവര് നേരെ പോയി പറഞ്ഞു. ഒടുവിൽ നമ്മൾ കാണുന്നത് അവരെല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച്, ഈ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ശേക്കലിന് അല്ലെങ്കിൽ ആ അളവിൽ തന്നെ, പ്രവാചകൻ പറഞ്ഞ അതേ അളവിൽ തന്നെ അവിടെ ഭക്ഷണം വിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ ഒരു കാര്യം മാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഈ വ്യക്തികൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് സദ്വർത്തമാന ദിവസമാണ്. നമ്മൾ മിണ്ടാതെ ഇരുന്നാൽ കുറ്റം നമുക്കാകും. നമ്മുടെ മൗനം അനേകരെ കൊല്ലാൻ പോകുന്നതാണ്. നമ്മുടെ സംസാരം പലരെ കൊല്ലുന്നത് നമുക്കറിയാം. പക്ഷേ നമ്മുടെ മൗനം, ഇവർ പറയുന്ന കാര്യം അതാണ്. നമ്മൾ ഇന്ന് മൗനമായിരുന്നാൽ, ദിസ് ഇസ് ഡേ ഓഫ് ഗുഡ് ന്യൂസ്. ഭക്ഷണം കഴിച്ചതിനകത്ത് യാതൊരു പ്രശ്നമില്ല, ഭക്ഷണം കഴിക്കണം. പക്ഷേ ഇവിടെ മാത്രം ഇരുന്നാൽ പോരാ. ഇത് നമ്മുടെ ഒരു ആത്മീക, അർത്ഥപൂർണമായ ഒരു ആത്മീയ കാര്യമാണ്. നമ്മൾ ഭക്ഷണമില്ലാതെ, ജീവന്റെ അപ്പം എന്താണെന്ന് അറിയാൻ വയ്യാതെ, കുഷ്ഠരോഗികളെ പോലെ ഉച്ഛിഷ്ടം ഭക്ഷിക്കാനായിട്ട് വന്നതാണവര്. എവിടെയാണ് ഒരു ജീവൻ കാണാൻ കഴിയുന്നതെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്തവരായി, യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തവരായ സാഹചര്യത്തിൽ നമുക്ക് ദൈവം തുറന്നു വെച്ച് തന്നത് ജീവന്റെ അപ്പമായ യേശു കർത്താവിനെയാണ്. ഇത് മാത്രമാണ് ജീവന്റെ മാർഗം, വേറെ ഒന്നുമില്ല. ഈ ഭക്ഷണം അന്ന് അവർക്ക് കിട്ടിയിരുന്നില്ല എങ്കിൽ അവർ മരിച്ചുപോയനെയും. യേശുവാകുന്ന ജീവന്റെ അപ്പം ഭക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മൾ മരിച്ചുപോയനെയും. എന്നാൽ ജീവന്റെ അപ്പമായ യേശുവിനെ ഭക്ഷിച്ചു കഴിയുമ്പോൾ
നമ്മളെന്താ പറയുന്നറിയാമോ? ഇതാ നമുക്ക് സദ്വർത്തമാന ദിവസം. നമ്മൾ പറയുന്നത് നമുക്ക് കൂടാം, ആരാധിക്കാം, പാട്ടുപാടാം, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, നമ്മൾ എങ്ങും പോകണ്ട, ഇവിടെ സ്വർണ്ണമുണ്ട്, ഇവിടെ വെള്ളിയുണ്ട്, ഇവിടെ ഭക്ഷണമുണ്ട്, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. സഭയ്ക്കുള്ളിലിരിക്കാൻ, കൂടാരത്തിനുള്ളിലിരിക്കാനാണ് നമ്മുടെ വ്യഗ്രത. അതല്ല ഇന്ന് സംഭവിക്കുന്നത്. കർത്താവ് എന്നെ രക്ഷിച്ചു, ഞാൻ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊന്ന് ആലോചിക്കണം. നിങ്ങൾ 4 പേരേ ഉള്ളൂ, 40,000 പുറത്തുണ്ട്. ഇന്ത്യയിൽ 1% പോലുമില്ല ഈ ജീവന്റെ അപ്പം ഭക്ഷിക്കുന്നവർ. 99% ആളുകളും പുറത്തുണ്ട്. ഇന്ത്യയിലെ more than 1 billion, 1.2 billion people of India is still starving and they do not have the bread of life, that is Jesus Christ. നമ്മൾ പാട്ടുപാടി ആരാധിച്ച് സഭാ ഹാൾ വലുതാക്കി വലിയ കത്തീഡ്രൽ പണിയാനാണ് നമ്മുടെ മാർഗം മുഴുവൻ. നമ്മുടെ ചിന്ത മുഴുവൻ എത്ര വലിയ ഹാൾ പണിയാൻ പറ്റും. ഇന്നത്തെ ഒരു വലിയൊരു ടെൻഡൻസിയാണ്, വലിയ ഹാളുണ്ട് പക്ഷെ ആളില്ല. ഞാൻ ഹാളിനെതിരെ പറയുന്നൊന്നുമല്ല, ആളില്ലാത്തടത്ത് ഹോൾ പണിയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ഇന്നിപ്പോ ആദ്യം ആ ഹോളാ പണിയുന്നത്, പിന്നെ ആളുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. നിങ്ങളുടെ പള്ളി നിറഞ്ഞ് കവിഞ്ഞത് പോലെ ആളുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾ പണിതോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഈ സിമെന്റ് കുഴിച്ചിട്ട് പൈസ കളയുന്നതിന് പകരം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ട ബിൽഡിംഗ് വേണം, സഭയ്ക്ക് ഹോൾ വേണം, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഒരു കാര്യം ആലോചിച്ചോണം, ഇവിടെ നിന്ന് ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ശിവനെ അറിയാതെ വിശക്കുന്നവരായ 40,000 അല്ല, 4 ലക്ഷമല്ല, 4 കോടിയല്ല, 400 കോടിയല്ല. പീപ്പിൾ അറൌണ്ട് us, they are starving without Jesus. നമ്മുടെ മൗനം നമുക്ക് കുറ്റമായി തീരും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ദിസ് ഇസ് ദ ഡേ ഓഫ് സാൽവേഷൻ, ദിസ് ഇസ് ദ ഡേ ഓഫ് ഗോസ്പൽ. നമ്മൾ ഒരു കാരണവശാലും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത്. നമ്മുടെ മൗനം മറ്റുള്ളവരെ കൊല്ലുന്നതാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നിങ്ങൾ മിണ്ടാതെ ഇരുന്നാൽ തീർച്ചയായും മറ്റുള്ളവർക്ക് യേശുവിനെ അറിയാനായിട്ട് കഴിയില്ല. നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഈ 4 കുഷ്ഠരോഗികൾക്കൊരു മെസ്സേജ് ഉണ്ട്. എന്താണ് അവരുടെ മെസ്സേജ്? ഇതാ ഭക്ഷണം. വാസ്തവത്തിൽ സുവിശേഷം അതാണ്. ഒരു ബെഗർ ഭക്ഷണം കണ്ടെത്തുമ്പോൾ മറ്റൊരു ബെഗറോട് ഇവിടെ ഭക്ഷണമുണ്ടെന്ന് പറയുന്നതാണ് സുവിശേഷം. ഒരു യാചകൻ അവന് ഭക്ഷിക്കാൻ യേശുവാകുന്ന ജീവന്റെ അപ്പം കണ്ടെത്തുമ്പോൾ മറ്റൊരു യാചകനോട് നീ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല, ഇവിടെ വന്നാൽ നിനക്ക് ജീവന്റെ അപ്പം ഉണ്ടെന്ന് പറയുന്നതാണ് സുവിശേഷം. വേറെ ഒന്നുമില്ല. നമ്മൾ ഈ യാചകന്മാരെ പോലെ നിത്യജീവനെക്കുറിച്ച് യാതൊരു ബോധ്യമില്ലാത്തവരായി കഴിഞ്ഞപ്പോൾ നമുക്ക് കർത്താവ് ജീവന്റെ അപ്പമായി മുന്നിൽ വന്നു. ഇനിയിപ്പോൾ നമ്മുടെ ചുമതല എന്താണ്? ഈ ജീവന്റെ അപ്പം മറ്റു യാചകർക്ക്, ഇന്ന് യേശുവിനെ അറിയാൻ വയ്യാത്തവർക്ക്, ജീവൻ എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് അവർക്ക് നൽകുക എന്നുള്ളതാണ് നമുക്കിന്ന് ദൈവം വെച്ചിരിക്കുന്നതായ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് മനസ്സിലാക്കണം, വി ആർ ഡെപ്റ്റേഴ്സ്. നമ്മൾ കടക്കാരാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഞാൻ കടക്കാരനാണ്. ഞാൻ മൗനമായിരുന്നാൽ അവരുടെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് അവർ നരകത്തിലേക്ക് പോകുന്നതിന് എനിക്കിഷ്ടമില്ല. പൗലോസ് ഇവിടെ പറയുന്ന വാക്കുകൾ ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എത്ര ആഴത്തിൽ പോള് ഈ സത്യം മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്? 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പോൾ പറയാണ്, ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. പോളിന്റെ കൺസേൺ എന്താണെന്നറിയാമോ? അധികം പേരെ നേടുക എന്നുള്ളതായിരുന്നു. ജീവന്റെ അപ്പം നമ്മൾ കണ്ടെത്തി, ഇനി ഒറ്റ ലക്ഷ്യമേ നമുക്കുള്ളൂ, ഇതെത്ര പേർക്ക്, എത്ര കൂടുതൽ ആളുകൾ കൊടുക്കാം. ഇവിടെ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. 40,000 പേരോ 4 ലക്ഷം പേരോ 4 കോടി ആളുകളോ 400 കോടി ആളുകളോ ഭക്ഷിച്ചാൽ തീരാത്തത്ര വലിപ്പമുള്ളതാണ് ജീവന്റെ അപ്പമായ യേശു. ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. നിങ്ങൾ ഈ സദ്വർത്തമാനം ഒന്ന് അറിയിച്ചാൽ മതി. ദിസ് ഈസ് ദ ഡേ ഓഫ് ഗുഡ് ന്യൂസ്. അധികം പേരെ നേടേണ്ടതിന് ഞാൻ സ്വതന്ത്രൻ എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്റെ അവകാശങ്ങളെല്ലാം മാറ്റിവെച്ചു. ഞാൻ പണപ്പിരിവ് നടത്തിയില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളുമായി വന്നില്ല. കാര്യം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എന്റെ ഒരു പ്രവൃത്തിയും സുവിശേഷത്തിന് വിഘാതമുണ്ടാക്കരുത്. ഞാൻ ആരോടെങ്കിലും പണം ചോദിച്ചാൽ അവർ പറയും ഇവൻ കാശിന് വേണ്ടി നടക്കുന്നവനാണ്, പിന്നീട് അവൻ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ പണം ചോദിച്ചില്ല. കൊണ്ട കൊടുത്തോണ്ട് ഇത് വാങ്ങിക്കാതിരുന്നില്ല. മക്കതോന്യ സഭകൾ അവന് പണം കൊടുത്തപ്പോൾ അവൻ വേണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷെ കൊരിന്ത്യ സഭയിലെ ആളുകൾ അവന് പണം കൊടുക്കാതിരുന്നപ്പോഴും അവൻ ചോദിച്ചില്ല. കാരണം അതിന്റെ പേരിൽ ഒരാൾ സുവിശേഷത്തിൽ നിന്ന് മാറിപ്പോയാലോ എന്നുള്ള പേടി. ഞാൻ സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്റെ അവകാശങ്ങളെയെല്ലാം
മാറ്റിവെച്ചു. യഹൂദനെ നേടേണ്ടതിന് ഞാൻ യഹൂദനെ പോലെയായി. അവനവന്റെ ഫിസിക്കൽ ഐഡന്റിറ്റി അല്ലാതെ മറ്റൊന്നുമല്ല, അവൻ ദൈവപൈതൽ എന്നുള്ള ഐഡന്റിറ്റി അവൻ മാറ്റിവെച്ചെന്നല്ല, യഹൂദനെ നേടേണ്ടതിന് അവൻ യഹൂദനെ പോലെയായി. ഏത് സ്ഥലത്ത് ചെന്നാലും, സമയമില്ലല്ലോ, നമുക്കറിയാമല്ലോ, മിഷണറിമാരെല്ലാം അവരോട് ഏകീഭവിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവരെ നേടിയെടുത്തത്. R.F. കുക്ക് സാഹിബ് ഇന്ത്യയിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി വായിക്കുകയും എന്റെ കേരള പെന്തക്കോസ്ത് ചരിത്രം എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് തന്നെയല്ല, മിഷണറിമാരെ കുറിച്ചൊക്കെയുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട്. ഇഫ് യു ക്യാൻ യു റീഡ് ഇറ്റ്. അവരുടെ ത്യാഗത്തിന്റെ കഥകൾ അതിനകത്ത് നിങ്ങൾക്ക് വായിക്കാനായിട്ട് പറ്റും. ഇന്ത്യക്കാരും വിദേശികളുമായ മിഷണറിമാർ സത്യങ്ങളിലൂടെ പ്രചരിപ്പിച്ചവർ. കുക്ക് സാഹിബ് ഇവിടുത്തെ അധകൃത വർഗ്ഗക്കാരുടെ കുടിലുകളിൽ കയറി കപ്പയും കാന്താരി മുളകും തിന്നാണ് അവരെ നേടിയത്. യഹൂദനെ നേടേണ്ടതിന് അവൻ യഹൂദനെ പോലെയായി. ഹഡ്സൺ ടൈലർ ചൈനയിൽ ചെന്നപ്പോൾ ചൈനക്കാരനെ പോലെ വസ്ത്രം ധരിക്കാനാണ് അവൻ പരിശ്രമിച്ചത്. അവൻ ചൈനക്കാരെ നേടേണ്ടതിന് അവരുടെ രീതിയിലായി, അവരുടെ ഭക്ഷണം കഴിച്ചു, അവരിൽ ഒരാളായി. യേശു അതാ ചെയ്തത്, അല്ലേ? യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നപ്പോൾ സ്വർഗത്തിന്റെ സുഖങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടൊരു പാക്കറ്റായിട്ട് വന്നില്ല. നമ്മൾ പലപ്പോഴും ആഫ്രിക്കയിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ മിഷണറി യാത്ര ചെയ്യുമ്പോൾ ഒരു പെട്ടി മുഴുവൻ നമ്മുടെ ഫുഡും കൊണ്ടാ പോകുന്നത്. അവര് തരുന്നത് കഴിക്കാൻ നമുക്ക് വയ്യ. അയ്യോ, എരിയില്ല, പുളിയില്ല, ഒന്നുമില്ല, എന്താ ഇത്? പക്ഷെ യേശു അങ്ങനെ ആയിരുന്നില്ല. യേശുവിന്റെ ശിഷ്യന്മാരായ മിഷണറിമാർ അങ്ങനെ ആയിരുന്നില്ല. അവരെ നേടേണ്ടതിന് അവൻ അവരെ പോലെയായി. 22-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. അവരൊറ്റ വാക്ക് മതിയല്ലോ, ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. എന്തിന്? 22-ാമത്തെ വാക്യത്തിൽ, ഏത് വിധേനയും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു.